നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം. ഇന്നിപ്പോ കാണുമ്പോ ഒരു ചന്തവും ചേലും ഞങ്ങളെ മങ്ങാല മറ്റുള്ളവന്റെ മങ്ങാല, മാപ്പിള ജാതിന്റെ മങ്ങാല അല്ല മറ്റുള്ള ഞമ്മളെ മങ്ങാല അല്ല മറ്റുള്ളവന്റെ മങ്ങാല. ഒരു ചേലും കോലും ഒരു അടക്കവും ഒതുക്കും. സത്യത്തില് ഞങ്ങളെ മങ്ങാല ആര്യല്ലേ ഞങ്ങളെ മങ്ങാലോ? നിങ്ങൾ ഞങ്ങളെ മംഗലത്തിൽ കൂടിച്ചപ്പോ ഞങ്ങളെ മംഗലത്തിന്റെ കോലം ഇത് കാണുന്നില്ലേ? അതൊരു മംഗലാണോ? സത്യം പറഞ്ഞ മംഗലം ഇബാദത്തല്ലേ, ഒരു അമലല്ലേ? ആ ഒരു അഖദ്, ആ ഒരു നിക്കാഹ്, അത് ഏറ്റവും വലിയൊരു അമലല്ലേ? ആ അമലിനൊരു ആഭാസമാക്കി മാറ്റിയില്ല നമ്മ. സത്യം പറഞ്ഞാൽ മറ്റോരെത്ര പണി നമുക്കുണ്ടായില്ല. ക്രിസ്ത്യാനികളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോ 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. കുർബാനയും അതും ഇതെല്ലായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി ഹൈന്ദവരുടെ വിവാഹം അങ്ങനെ, അവർക്കും അങ്ങനെ താലികെട്ടലും അതും ഇതും മുഹൂർത്തം നോക്കലെല്ലാം നോക്കിയിട്ടുള്ള ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണ്. ഒരു 1/4 മണിക്കൂറിലേറെ എങ്ങനെയുണ്ട്. ഞങ്ങളെ വിവാഹം 5 മിനിറ്റിന്റെ പണിയാണ്. എത്ര മിനിറ്റായി ഇവിടെ? എന്നിട്ട് മറ്റുള്ളവരെ മംഗലത്തിൽ ചന്തത്തിൽ നടക്കുന്ന നോക്കിയേ, 3/4 മണിക്കൂറോളം നടന്നിട്ടുള്ള ചടങ്ങിന്റെ കാര്യം എത്ര അച്ചടക്കത്തിലും മട്ടത്തിലുമാണ്. നമ്മളിതാ 5 മിനിറ്റ് തീരേണ്ട പണി, എന്നിട്ട് മംഗലം കഴിഞ്ഞിട്ട് നാളെ ഇന്നൊരു തീർന്നിട്ടില്ല, പിറ്റേന്ന് മറ്റേ മംഗലം, അതിന്റെ ഒരു നാട്ടിൽ പിന്നെ ഈ മംഗലം, കടപ്പുറത്ത് മംഗലം, ബീച്ചിൽ വേറെ, ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ട് വേറെ, അത് ഇത് മറ്റത് മറിച്ചത്. ഇത് ഞാൻ വയല് പറയുന്ന വിഷയമല്ല, നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന വിഷയമാണിത്. പിന്നെ വന്ന കൊറോണ പോവാ, തുർക്കിയിൽ നടന്ന ഭൂകമ്പം ഇവിടെയും വരെയല്ലേ? തീർച്ചയായിട്ടും വരുമല്ല. റബ്ബിനതൊരു പണിയല്ല. ഞങ്ങൾ അല്ലാഹനെ മറക്കുന്നുവോ? അവന്റെ ദീനിന്റെ നിയമങ്ങള്, നിർദ്ദേശങ്ങള്, അവന്റെ ശരീഅത്തിന്റെ നിയമങ്ങള് എന്ന് ഞങ്ങളെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ജീവിക്കുന്നുവോ? തോന്നിയതുപോലെ ജീവിക്കുന്നുവോ? അവിടെ നിങ്ങൾക്ക് അല്ലാഹന്റെ മുസീബത്തുണ്ട്. പരിശുദ്ധ ഖുർആനാണ്. നല്ല പോലെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. പരിശുദ്ധ ഖുർആൻ പറയുകയാ, നിങ്ങൾക്കതാ അള്ളാന്റെ മുസീബത്ത് ഇറങ്ങുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ്. അല്ലാതെ അല്ലാഹു തആലാക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല, അല്ലാഹു തആലാക്ക് നിങ്ങളെ വെടിഞ്ഞിട്ടല്ല, അല്ലാഹു തആലാക്ക് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അതെ അതെ, നിങ്ങൾ ചെയ്ത ഓരോ നിന്റെ പ്രവർത്തന ഫലമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യന്മാർ ചെയ്തതായ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. കണ്ടില്ലേ ഞങ്ങളെ പെണ്ണുങ്ങളെ കോലം കണ്ടില്ലേ? വാട്സപ്പ് നോക്കിയാലും, ഫേസ്ബുക്ക് നോക്കിയാലും, ട്വിറ്റർ നോക്കിയാലും, ഇൻസ്റ്റാഗ്രാം നോക്കിയാലും, സ്നാപ്ചാറ്റ് നോക്കിയാലും, സ്നാപ്ഷൂട്ട് നോക്കിയാലും, അവിടെയെല്ലാം സെൽഫി എടുക്കുന്നവരും ഡാൻസ് കളിക്കുന്നവരും, മറ്റുള്ളവനെ ജാതി നോക്കാതെ മതം നോക്കാതെ കൈ കൊടുക്കുന്നവനും, ആലിംഗനം ചെയ്യുന്നവളും, കിസ് കൊടുക്കുന്നവരും, അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നത് ഞങ്ങളെ സമുദായത്തിലെ പെണ്ണുമോളാണ്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഞങ്ങളെ പെണ്ണ്, മാതൃകാ മഹിളയാകേണ്ടവള്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവള്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് 2 മാതൃകാ വനിതകള്. നിങ്ങൾ അവരെ പോലെയാകണമെന്ന്. ആരറിയുമോ അത്? ഒന്ന് ബീബി മറിയമാ, പറ ബീബി മറിയമാ. മറ്റൊന്ന് ബീബി ആസിയ. ഖുർആൻ പറഞ്ഞ 2 പെണ്ണുങ്ങളാണ്, മാതൃകാ മഹിളകളാണ്. നിങ്ങൾ നോട്ടീസിലെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരെ പറ്റിയാണ്. അവരാണ് ഞങ്ങൾക്ക് റോൾ മോഡല്, അവരാണ് ഞങ്ങൾക്ക് മാതൃക. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ
ومريم ابنة عمران امرأة ومريم ابنة عمران ومريم ابنة امرأة عمران വിശുദ്ധ ഖുർആനാണല്ലോ രണ്ട് പെണ്ണുങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അവരെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആരറിയുമോ ആ രണ്ട് പെണ്ണുങ്ങള് ഒന്ന് ബീവി മറിയമ മറ്റൊന്ന് ബീവി ആസിയ ഈമാനിന്റെ നിറകുടങ്ങളായിരുന്നു നാണക്കേടിന്റെ അങ്ങേയറ്റമായിരുന്നു ലജ്ജാവതികളായിരുന്നു ബീവി മറിയം റളിയല്ലാഹു അൻഹാ കുളിക്കുന്ന സമയമാണ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇന്നത്തെ പോലെ വലിയ ബാർപ്പിന്റെ ടോയ്ലറ്റും ബാത്റൂമും ഒന്നും അല്ലല്ലോ പഴയ കാലം ഏത് സമാനാണത് മറിയം ബീവിയുടെ കാലം ഏതാ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിപ്പോ ക്രിസ്തു വർഷം 2000 നിങ്ങൾ എന്നെ വിഷയാക്കുന്നല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾക്കെന്തു ജവാബ് ചെയ്യുന്നില്ല ഇത് 2023 അതായത് ഈസാ നബി വന്നിട്ട് 2023 കൊല്ലായി ആ ഈസാ നബിന്റെ ഉമ്മയാണ് ബീവി മറിയമ റളിയല്ലാഹു അൻഹ മുസ്തഫായ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 600 കൊല്ലം മുമ്പ് ജനിച്ചവരാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം 2000 വർഷത്തോളമായി 2000 വർഷങ്ങൾക്ക് മുമ്പത്തെ ടോയ്ലറ്റും ബാത്റൂമും വീടും കാര്യവും എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കി കുളിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ചറ്റക്കുടിലേക്ക് ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ചറ്റക്കുടിലേക്ക് ബീവി മറിയം റളിയല്ലാഹു അൻഹ പോയ നേരത്ത് മനുഷ്യരൂപത്തിൽ അവിടെ ഒരാൾ വരുന്നു മനുഷ്യരൂപത്തിൽ അവിടെ ഒരാൾ വന്ന നേരത്ത് ബീവി മറിയം റളിയല്ലാഹു അൻഹ പറയുകയാണ് പ്ലീസ് ഇങ്ങോട്ട് വരരുത് ഇവിടെ ഒരു പെണ്ണുണ്ട് ഇവിടെ ഒരാൾ കുളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരല്ലേ ഞാനതാ മറക്കുള്ളിലാണ് ഹിജാബിന്റെ പിന്നിലാണ് മനുഷ്യരൂപത്തിൽ വന്നയാള് പറഞ്ഞു നിങ്ങളെ കാണാനോ നോക്കാനോ ആസ്വദിക്കാനോ വന്നതല്ല ആരറിയുമോ വന്നയാള് മഹാനായ സയ്യിദുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ വനുഫിഖ ഫീഹി മിർ റൂഹിനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ മറിയമ ബീവിയിലേക്ക് അല്ലാഹുവിന്റെ ആത്മാവിനെ നിക്ഷേപിക്കുന്നു ഈസാ നബിക്ക് ബാപ്പയില്ലല്ലോ മറിയമ ബീവി ഒരു ഭർത്താവിന്റെ സ്പർശനമേറ്റവരല്ല ഒരു പുരുഷന്റെ സ്പർശനമോ ദർശനമോ ഏറ്റവരല്ല ബാപ്പയില്ലാതെ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ജനിച്ച മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അതായത് ഇവിടെയുള്ള മറ്റു മതക്കാർ പറയുന്ന യേശു ക്രിസ്തു ബീവി മറിയമ മേരി